ഒന്നും അറിയാൻ പറ്റത്തില്ല, നിങ്ങൾ വിളിക്കാൻ പോകരുത്. ഈ അസിസ്റ്റൻസിന്റെ പേരും പറഞ്ഞ് വിളിക്കുമ്പോഴേ നമ്മൾ ഓൾറെഡി അവിടെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റൂലേ? ഇല്ല, നമുക്ക് ആക്ച്വലി അതറിയാൻ കഴിയില്ല സർ. പൈസ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് നിങ്ങൾക്ക് അറിയാം. ആ ഒരു ധൈര്യത്തിലാണ് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം ഒരു ഫോമിൽ വർക്ക് ചെയ്യുന്നവരല്ലേ? പേയ്മെന്റ് ചെയ്തിട്ട് തന്നെ 4 ദിവസം കൂടെ ഉള്ളൂ. 51 പ്രൊഫൈൽ നോക്കാനുള്ള ഇത് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. കേരള മാട്രിമോണിയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അന്ന് തൊട്ട് തുടങ്ങിയതാണ് അവിടുത്തെ ഓരോ എക്സിക്യൂട്ടീവ് വിളിച്ച് ശല്യം ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, അവരുടെ പ്രീമിയം മെമ്പർ ആവാൻ വേണ്ടിയിട്ടാണ്. നിരന്തരമായി അവരുടെ ശല്യം കാരണവും അവരുടെ ഫേക്ക് പ്രോമിസിലെല്ലാം വീണ് പോയിട്ട് ഞങ്ങൾ ലാസ്റ്റ് അവരുടെ ഒരു മെമ്പർഷിപ്പ് എടുത്തു. ആ മെമ്പർഷിപ്പ് കൊണ്ട് നമുക്കുണ്ടായ ബുദ്ധിമുട്ടും നമ്മളെ അവർ പറ്റിച്ച കാര്യങ്ങളും വെച്ചിട്ട് ഞങ്ങൾ 2 വീഡിയോസ് ചെയ്തതാണ്. ഇപ്പൊ ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉച്ചയായപ്പോൾ അവരുടെ സൈഡിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരു കോൾ വന്നു. ശരിക്കും ഇന്നല്ല ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു കോൾ ചെയ്യുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും ആയിട്ടുണ്ടാവും. 10 ദിവസം മുമ്പ് അവർ വിളിച്ചിട്ട് ഇതുപോലെ ഈ ഒരു പാക്കേജിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞങ്ങൾ അന്ന് നോ പറഞ്ഞതാണ്. അന്ന് അവർക്കൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്ത കാര്യമാണ്. പക്ഷെ ഇന്ന് അവർ വീണ്ടും വിളിച്ചിട്ട് ആ ഒരു പാക്കേജിനെ പറ്റി സംസാരിക്കുകയാണ്. അതായത് ഞങ്ങൾ ഓൾറെഡി എടുത്ത ആ ഒരു പ്ലാൻ ഇനി ഒരു 4 ദിവസം കൂടെ നമുക്കുള്ളൂ. ഈ ഒരു പ്ലാൻ റിന്യൂ ചെയ്യുന്നതിനും അതിനൊപ്പം തന്നെ അവരുടെ ആ ഒരു പുതിയൊരു പ്ലാൻ ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കാനുമായിട്ടാണ് അവർ വിളിച്ചത്. ആ ഒരു പ്ലാൻ അവരിട്ടിരിക്കുന്ന പേരാണ് അസിസ്റ്റന്റ് സർവീസ്. സംഭവം അസിസ്റ്റന്റ് സർവീസിൽ നമ്മളൊന്നും അറിയണ്ട. അതായത് നമ്മുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രിഫറൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവരുടെ സൈഡിലുള്ള ആൾക്കാർ തന്നെ ഒരു മീഡിയേറ്ററായിട്ട് നിന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഫൈൽസ് അല്ലെങ്കിൽ നമുക്ക് മാച്ച് ആയിട്ട് വരുന്ന പ്രൊഫൈൽസിലെ കുട്ടിയുടെ പാരന്റ്സുമായിട്ട് അവർ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിച്ച് റെഡിയാക്കി തരും. ഈ ഒരു സർവീസിന് അവർ ചോദിക്കുന്നത് 20,000 രൂപയാണ്. ഇതിപ്പോ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്കുള്ള മാച്ചസ് കുറവാണ്, അതിൽ പ്രൊഫൈൽസ് ഇല്ല. അവിടുത്തെ സ്റ്റാഫ് തന്നെ നമ്മുടെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്ത 2 വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതിൽ ആ ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതിനെതിരെ ഒരു കംപ്ലൈന്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഒരിക്കൽ മാത്രമല്ല കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്, ഒരുപാട് പ്രാവശ്യം വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ കൊടുത്ത ആ ഒരു കംപ്ലൈന്റിന് ഒരു മറുപടി എന്നുള്ള രീതിയിൽ അവർ അറ്റ്ലീസ്റ്റ് ഒരു കോളെങ്കിലും ചെയ്യാത്ത അവര് ഇപ്പൊ നമ്മുടെ ഈ ഒരു പാക്കേജിന്റെ ടൈം തീരാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ അത് റിന്യൂ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന അസിസ്റ്റന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാക്കേജും കൂടെ നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞ് അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാനാണ് ഇപ്പൊ വീണ്ടും വിളിക്കുന്നത്. ഇന്നുച്ചയ്ക്ക് വീണ്ടും അവർ ഇതുപോലെ വിളിച്ചിട്ട് അസിസ്റ്റന്റ് സർവീസിന്റെ കാര്യം പറഞ്ഞ് സംസാരിച്ചപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് ദേഷ്യമാണ് തോന്നിയത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അവരെന്താണോ പറയുന്നത് അത് കേട്ടിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് തന്നെ പോസ്റ്റ് ചെയ്യാം. കാരണം വേറൊന്നുമല്ല, കാരണം ഒരുപാട് പേര് ഇതിൽ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവർ ഞങ്ങളെ വിളിച്ചത് ഞങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്റെ വൈഫിന്റെ നമ്പറാണ്. പക്ഷെ അത് ആൻഡ്രോയിഡ് ഡിവൈസ് അല്ല, ഐഫോൺ ആണ്. അപ്പൊ അതിന്റെ അത് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അവരുടെ അടുത്ത് ഞങ്ങൾ തിരിച്ച് വിളിക്കാന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ഓപ്ഷൻ ഉള്ള നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് നമ്മൾ തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കോൾ റെക്കോർഡ് ഞങ്ങൾ ഇതുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പൊ നിങ്ങളൊന്ന് ഫുള്ള് കേട്ടു നോക്കണം. എന്തുകൊണ്ട് അത് വെക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ ഒരു അസിസ്റ്റന്റ് സർവീസ് എടുക്കണമെങ്കിൽ അവർ ചാർജ് ചെയ്യുന്നത് ഏകദേശം 20,000 രൂപയാണ്. അതുപോലെ പല പാക്കേജസും അവരുടെ അവൈലബിൾ ആണ്. അപ്പം ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുത്ത് നിങ്ങൾ പാക്കേജ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പൈസ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന പ്രൊഫൈൽസ് മാത്രമേ പേയ്മെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഇതിന്റെ അകത്ത് ഒരുപാട് ഫേക്ക് പ്രൊഫൈൽസും മാരേജ് കഴിഞ്ഞ കുട്ടികളുടെ പ്രൊഫൈൽസ് ഇതിൽ കിടപ്പുണ്ട്. ഈ കല്യാണം കഴിഞ്ഞ പ്രൊഫൈൽസ് ഒന്നും ഇവർ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നില്ല, കല്യാണം കഴിഞ്ഞതാണോ അല്ലയോ. ഇന്ന് ഞങ്ങൾ സംസാരിച്ച ആ ലേഡിയുടെ അടുത്ത് ഈ കാര്യം ചോദിച്ചപ്പോൾ പുള്ളിക്കാരി സമ്മതിക്കുന്നുണ്ട്. അതായത് അവർ ഇങ്ങനത്തെ അക്കൗണ്ട്സിനെ പറ്റിയിട്ട് ഒന്നും നോക്കാറില്ല. അത് നിങ്ങൾ തന്നെ, അതായത് ഇപ്പൊ രജിസ്റ്റർ ചെയ്യണ ആരാണോ അവർ തന്നെ ആ പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്യണം, അല്ലാതെ അവർക്ക് ഇത് നോക്കാൻ പറ്റുമെന്നില്ല. അങ്ങനത്തെ രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അവർ മെയിനായിട്ട് വിളിപ്പിക്കുന്നത് ഇതുപോലെ കാശ് അടപ്പിക്കാനും നമ്മൾ പറയുന്ന പരാതികൾ കേട്ടോണ്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കാനും മാത്രമാണ് അവർ സാലറി വാങ്ങി അവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ഓഡിയോ ഒന്ന് കേട്ടിട്ട് വരാം. കേൾക്കുന്നുണ്ടോ? ഞാനിപ്പോ അങ്ങോട്ടേക്ക് വിളിച്ചിരുന്നു. ഞാൻ മാമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. ഓക്കെ. അപ്പൊ നമ്മളൊരു ലാസ്റ്റ് ടൈം ചെയ്തിരുന്നത് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ടല്ലോ. ഒരു 4 ദിവസം കൂടെ ഉണ്ട്. 4 ദിവസം കൂടെ. ഓക്കെ. സാറിന്റെ അനിയനാണല്ലേ? ബ്രദറിന് വേണ്ടിയിട്ടാണോ? ഓക്കെ. അപ്പൊ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ ലാസ്റ്റ് ടൈം ചെയ്തത് ഒരു സെൽഫ് പാക്കേജ്. അപ്പൊ അതിലും ബെറ്റർ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ നിന്ന് സർവീസും കൂടി ചെയ്തു തരുന്ന ഒരു പാക്കേജ് ഉണ്ട്. അതിൽ നമ്മൾ 100% സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റഡ് സർവീസ് ആണ്. ഞാൻ ആ പാക്കേജ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് ഞങ്ങൾ ബാക്കി എല്ലാ പാക്കേജും സെൽഫ് പാക്കേജുകളാണ്. നമ്മൾ തന്നെ നോക്കി നമ്മൾ തന്നെ എടുക്കുന്നത്. ബട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരാളെ വെച്ച് നമ്മൾ തന്നെ ചെയ്തു തരുന്ന സർവീസ് ആണ്. ഞങ്ങൾ പ്രൊഫൈൽ സെലക്ട് ചെയ്യുന്നല്ല. ഇപ്പോ ഇതിന് നമ്മൾ കമ്പാരിറ്റീവ്ലി സെൽഫ് പാക്കേജിനെ അപേക്ഷിച്ച് എമൗണ്ട് കൂടുതലാണ്. ബട്ട് ഇതിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേയ്മെന്റ് അടച്ച് ഒരു 15 days ട്രയൽ നോക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സർവീസ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അതായത് ഫസ്റ്റ് ഇന്നിപ്പോ നമ്മൾ പേയ്മെന്റ് അടച്ചാല് നാളെ മോർണിംഗ് ഒരു 10 മണിക്ക് സാറിനൊരു കോൾ ബാക്ക് വരും. ആ വരുന്ന ടൈമിൽ അവര് വിളിച്ചിട്ട് സാറിന്റെ ബ്രദറിന്റെ പ്രൊഫൈല് കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യും. ഇപ്പൊ പ്രൊഫൈല് കംപ്ലീറ്റ് അല്ല, അപ്പൊ അത് ഫുൾ ആയിട്ട് എത്ര പെർസെന്റ് 100% കംപ്ലീറ്റ് ആയിട്ട് അവരെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യും. അതിനുശേഷം പാർട്ട്ണർ പ്രിഫറൻസ്, നമുക്ക് എങ്ങനെയുള്ള പ്രിഫറൻസാണ് വേണ്ടിയത്, എങ്ങനെയുള്ള കുട്ടിയെ നോക്കുന്നത്, കംപ്ലീറ്റ് ഇൻഫർമേഷൻസും അവരെ കളക്ട് ചെയ്യും.
അതിനുശേഷം അവർ കേരള മാട്രിമോണിയിൽ മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റി സൈറ്റിൽ നിന്നും കൂടെ 2 സൈറ്റ് അറ്റ് എ ടൈം അവർ ആക്ടിവേറ്റ് ചെയ്ത് തരാം. കേരള മാട്രിമോണിയിൽ നിന്നുമുള്ള പ്രൊഫൈല് അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി സൈറ്റിൽ നിന്നുള്ള പ്രൊഫൈല് 2 പ്രൊഫൈലും ഒരേപോലെ അത് എടുത്തു തരും. അപ്പൊ വീക്കിലി 4 പ്രൊഫൈല് വീതമാണ് നമുക്ക് അവർ തരുന്നത്. ഈ 4 പ്രൊഫൈലില് കസ്റ്റമർ ഏതിലാണോ ഏറ്റവും കൂടുതൽ നമുക്ക് ഏത് പ്രൊഫൈലാണോ വേണ്ടിയത് ആ ഒരു നമ്പറിൽ വിളിച്ച് സംസാരിക്കുന്നത് ഈ ഒരു എക്സിക്യൂട്ടീവ് തന്നെയാണ്. മനസ്സിലായോ? മീഡിയേറ്റർ ആയിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരാളുണ്ടാവും അല്ലേ? അതെ അതെ, മീഡിയേറ്റർ ആയിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഒരാളുണ്ടാവും. അപ്പൊ അവര് കേരള മാട്രിമോണിന്നും നമ്മുടെ നാടാർ മാട്രിമോണിന്നും ഉള്ള പ്രൊഫൈൽ, അതായത് കേരളയിൽ ഡയറക്റ്റ് കയറി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. കേരള മാട്രിമോണി ചെയ്യാതെ ഡയറക്റ്റ് നമ്മുടെ നാടാർ മാട്രിമോണിയിലോട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളുകളും ഉണ്ടാവും. അപ്പൊ ഈ 2 സൈറ്റിലും വരുന്ന പ്രൊഫൈലുകൾ നമുക്ക് മിസ്സാവില്ല. 2 നിന്നുള്ള പ്രൊഫൈൽ അത് നമ്മളുടെ പ്രൊഫൈലിനോട് 95% എബോ മാച്ചിങ് ആവുന്ന പ്രൊഫൈലാണ് അവർ എടുത്തു തരുന്നത്. മനസ്സിലായോ? അപ്പോ ഇതില് നമുക്ക് വേറൊരു ബെനിഫിറ്റ് വരുന്നത്, നമ്മൾ ഇതിന് 3 മാസത്തേക്ക് വരുന്ന എമൗണ്ട് 20,000 ആണ്, 20,000 രൂപയാണ് വരുന്നത്. അതെ അതെ. ബട്ട് ഇതില് ആദ്യത്തെ നമ്മൾ 3 കേസിലാണ് നമ്മൾ ഫുൾ എമൗണ്ടും റീഫണ്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ കേസ് ഫസ്റ്റ് 15 ഡേയ്സിനുള്ളിലായിട്ട് നമുക്ക് ഈ സർവീസിൽ സാറ്റിസ്ഫൈഡ് അല്ല, ഇപ്പൊ നമ്മളിവിടെ നിന്ന് ഒരാളെ ഏറ്റെടുത്ത് തരണം, അവർ പ്രോപ്പറായിട്ട് അവരുടെ വർക്ക് ചെയ്തില്ല, നമുക്ക് പ്രൊഫൈൽസ് ഒന്നും തരുന്നില്ല, പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ വന്നത് നമ്മുടെ കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള ഫോൾട്ടാണ്. കാര്യം ഞങ്ങളെ ലക്ഷക്കണക്കിനധികം പ്രൊഫൈലുകൾ ഉണ്ട്. അപ്പോ അത്രയും അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളും നമ്മൾ സൈറ്റ് പുറത്ത് കൊടുത്തിട്ട് വേറെ പ്രിഫർ ചെയ്യുന്ന പോലെ ഒരു പ്രൊഫൈൽ എടുത്ത് തരാനായിട്ട് നമ്മുടെ സൈറ്റിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫോൾട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു സർവീസിന് മാത്രം നമ്മൾ 100% എമൗണ്ട് മണി ബാക്ക് ഗ്യാരണ്ടി പറയുന്നത്. ഒരു കാര്യം പറയട്ടെ? പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് ഞാൻ ഇത് രജിസ്റ്റർ ചെയ്ത ടൈമിൽ, അതായത് ഇപ്പം ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ ഇപ്പം നിങ്ങൾ പറയുന്ന ഒരു 60 ഡേയ്സ് വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്തത്? 90 ഡേയ്സ് ആണല്ലേ? 90 ഡേയ്സ് അത് 3 മന്ത്, അത് പാക്കേജ് അല്ലേ സർ? അത് തന്നെ നമ്മുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് തന്നെ സർവീസ് പ്രൊവൈഡ് അത് തന്നെ ഞാൻ ഇപ്പം ചോദിക്കുന്നത്. ഇപ്പം 90 ഡേയ്സിന്റെ ആ പാക്കേജ് എടുത്തപ്പോൾ പോലും ഞാൻ ഒരു ഫസ്റ്റ് ആദ്യത്തെ ആ ഒരു വീക്കിൽ തന്നെ നിങ്ങൾ ഇൻഫോം ചെയ്തതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഇതിൽ ആവശ്യമുള്ള പ്രൊഫൈൽസ് ഇല്ല. കാരണം നമ്മളെ വിളിച്ചു പറഞ്ഞത് അങ്ങനെയല്ല, നമുക്ക് ഇതിലുള്ള നമ്മുടെ പ്രിഫറൻസ് എല്ലാം വെച്ചിട്ട് അത്യാവശ്യം പ്രൊഫൈൽസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടാണ് പേയ്മെന്റ് ചെയ്യിപ്പിച്ചത്. പക്ഷേ ഞങ്ങൾ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം കേരള മാട്രിമോണി ഞങ്ങൾ കൊടുക്കുന്നതിന് പകരം ഞങ്ങളുടെ കമ്മ്യൂണിറ്റി റിലേറ്റഡ് നിങ്ങളുടെ തന്നെ മാട്രിമോണീസ് ഉണ്ട്, ഇപ്പൊ നാടർ മാട്രിമോണിയൊക്കെ ഉണ്ടല്ലോ, അതിൽ കൊടുക്കാം എന്നുള്ള രീതിയിൽ നിന്നിട്ട് പോലും നിങ്ങളുടെ സൈഡിൽ നിന്ന് സമ്മതിക്കാതെയാണ് ഞങ്ങൾ ഇതിൽ പേയ്മെന്റ് ചെയ്യിപ്പിച്ചത്. ഏത് കേരള മാട്രിമോണി തന്നെ ചെയ്താൽ മതിയെന്ന്. ഓക്കെ. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ഇതിലുള്ള കുട്ടികളുടെ പ്രൊഫൈല് ഫസ്റ്റ് വീക്കിൽ പോലും ഞങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് കണ്ട അതേ പ്രൊഫൈൽസ് മാത്രമേ അതിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു 3-4 ദിവസം ആയ ആ സമയം തൊട്ടേ ഞങ്ങൾ നിങ്ങളെ വിളിച്ച് പറയുന്നുണ്ട് പ്രൊഫൈൽസ് ഇല്ല, ഒന്നീ നാടർ മാറ്റിലോട്ട് മാറ്റി തരുവാനോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ചെയ്യാനുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അവിടെ വിളിച്ച് ഇൻഫോം ചെയ്യണമുണ്ട്. പക്ഷെ അവിടുത്തെ സ്റ്റാഫുകൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രൊഫൈൽ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ സ്റ്റാഫിന്റെ അടുത്തായിരിക്കും സംസാരിക്കണം. അറിയാലോ, നിങ്ങളുടെ കോൾ സെന്ററിൽ വിളിക്കുമ്പോൾ ഓരോ സ്റ്റാഫിന്റെ അടുത്ത് നമ്മൾ ഇതേപോലെ ഓരോ സ്റ്റാഫിന്റെ അടുത്ത് ഈ കഥകളെല്ലാം പറയുമ്പോൾ ആ സ്റ്റാഫുകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രൊഫൈലിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രയോറിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രിഫറൻസ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പ്രൊഫൈൽസ് കുറച്ച് ആഡ് ചെയ്ത് തരും. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു 7-8 അവിടുത്തെ നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സിന്റെ അടുത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് കഥയും പറഞ്ഞ് നമ്മൾ സംസാരിച്ചിട്ട് ലാസ്റ്റ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ ഞങ്ങളത് വിട്ട കേസാണ്. കാരണം പ്രൊഫൈൽസ് ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും. പക്ഷെ നിങ്ങൾ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും പ്രൊഫൈൽ സെറ്റാക്കി തരും, നമ്മൾ പേയ്മെന്റ് അടച്ചാലേ പ്രൊഫൈൽസ് വിസിബിൾ ആവൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങളെ കൊണ്ട് പേയ്മെന്റ് ചെയ്യിച്ചത്. ലാസ്റ്റ് നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ തന്നെ സമ്മതിച്ച കാര്യമാണ്, ഇതിൽ പ്രൊഫൈൽസ് ഇല്ല, വന്നാലേ നിങ്ങൾക്ക് പ്രൊഫൈൽസ് കിട്ടുള്ളൂ, ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ പ്രൊഫൈൽസ് കുറവാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പം നമ്മൾ ഇനിയും നമ്മളെ ഈ അസിസ്റ്റന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്ന പ്രൊഫൈൽസ് ഉണ്ടെങ്കിലല്ലേ കിട്ടുള്ളൂ. ഇപ്പൊ ഈ ഉള്ള പ്രൊഫൈൽസ് വെച്ചിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. കാരണം നമുക്ക് ഇപ്പൊ നോക്കിയാൽ നിങ്ങളുടെ സൈഡിൽ നോക്കിയാൽ മതി, നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രിഫറൻസ് ആവാടെ ആ ഒരു ഏജിന്റെയും പിന്നെ ഒരു ഹൈറ്റിന്റെയും മാത്രമേ നമ്മൾ മെയിൻ ആയിട്ട് പ്രിഫർ ചെയ്യണുള്ളൂ. ബാക്കി നമ്മൾ ഇപ്പം ട്രിവാൻഡ്രം സിറ്റിയിൽ നമ്മൾ ട്രിവാൻഡ്രത്താണ്, അപ്പൊ ട്രിവാൻഡ്രം സിറ്റി തന്നെ വേണമെന്ന് അങ്ങനത്തെ ഒരു ഇതോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ ഇതോ അങ്ങനെ ഒന്നും ഞങ്ങൾ വെച്ചിട്ടില്ല. ക്വാളിഫിക്കേഷൻ്റെ അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല, എല്ലാം ഇനിയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഈ ഒരു പ്രിഫറൻസിൽ കാണിക്കുന്ന ഈ 11 പ്രൊഫൈൽസ് എന്തോ ഉള്ളൂ ഇതിന്റെ അകത്ത്. പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് 27 പ്രൊഫൈൽ അങ്ങനെ 27 പ്രൊഫൈൽ എന്തോ കാണിച്ചിട്ട് ഇപ്പൊ ഓരോ ദിവസം കഴിയുമ്പോൾ പ്രൊഫൈൽസ് കുറവാണ്. ഹലോ, പ്രൊഫൈൽ വരുന്നുണ്ട്, കണ്ട പ്രൊഫൈൽ വീണ്ടും വരുന്നുണ്ട്. കണ്ട പ്രൊഫൈൽ അതായത് നമ്മൾ മുന്നേ കണ്ട പ്രൊഫൈൽസ് ഇപ്പോഴും ഉണ്ട്. പിന്നെ അതിലുള്ള കുറെ പ്രൊഫൈൽസ് പോയിട്ട് ഇപ്പം എന്താ പറയുക ഒരു 10-11 പ്രൊഫൈൽസ് മാത്രമേ അതിന്റെ അകത്തുള്ളൂ. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, അപ്പൊ മനസ്സിലാവും. പിന്നെ അത് മാത്രമല്ല ഇതിൽ ചില പ്രൊഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവരെ DPയും കാര്യങ്ങളൊന്നും കാണില്ല. ചിലപ്പോൾ അത് പ്രൈവസിയുടെ കാര്യം അവർ കൊടുക്കാത്തതായിരിക്കും, പ്രൈവസി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്.
കിടപ്പുണ്ട്. പക്ഷേ ചില പ്രൊഫൈൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വേണമെങ്കിൽ അത് എടുത്ത് ID നമ്പർ വെച്ച് ഞാൻ സംസാരിക്കാം. അതിൽ കുറച്ച് പ്രൊഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പ്രൊഫൈൽ കിടപ്പുണ്ട്. അത് ഞാൻ എടുത്ത് പറയാൻ കാരണം ഞങ്ങൾ ഇതിൽ നോക്കിയത് എന്റെ ഒരു കസിന്റെ മാരേജ് ഒരു 1 year ആയതേ ഉള്ളൂ കഴിഞ്ഞിട്ട്. പുള്ളിക്കാരൻ കല്യാണം കഴിച്ച കുട്ടിയുടെ പ്രൊഫൈൽ ഇപ്പോഴും അതിന്റെ അത് കിടക്കുക. അത് നമുക്ക് സജഷൻ വരുന്ന പ്രൊഫൈലാണ്. കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 1 വർഷമായി. 1 വർഷം കഴിഞ്ഞെങ്കിലേ ഉള്ളൂ. ആ പ്രൊഫൈൽ ഇപ്പോഴും അതിന്റെ അത് കിടപ്പുണ്ട്. അവരാണ് കസ്റ്റമറാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് അതിപ്പം കസ്റ്റമറിന്റെ പ്രൊഫൈൽ ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അല്ല അത് ഇത്രയും വലിയൊരു അല്ലല്ല നിങ്ങൾ ഇത്രയും വലിയൊരു ഇത് നടത്തുന്ന സമയത്ത് ഇതിന്റെ അകത്ത് പറഞ്ഞ പ്രൊഫൈൽ നേരെ എന്താ പറയാ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പുതുതായിട്ട് പറഞ്ഞ ആൾക്കാരും ഈ പ്രൊഫൈലൊക്കെ കണ്ടിട്ട് കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് എന്ത് ചെയ്യും? അത് അവർക്കും ബുദ്ധിമുട്ടല്ലേ? അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? ഞങ്ങളിപ്പോ ഒരു കസ്റ്റമറിനെ വിളിച്ച് കസ്റ്റമർ കല്യാണമായി എന്ന് പറഞ്ഞു ഞങ്ങൾ ആ പ്രൊഫൈല് റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരുപാട് കസ്റ്റമേഴ്സുകൾക്ക് പേയ്മെന്റ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിലും കല്യാണമായി എന്ന് വെറുതെ പറയുന്നുണ്ട്. മനസ്സിലായോ? താഴെ കൂടി കല്യാണമായി ഇത് നമ്മള് അല്ല അങ്ങനെ പറയുന്നുണ്ട്. ഒഴിവാക്കാനോ അല്ലെങ്കിൽ കോഴ്സ് അത് തന്നെ ഇപ്പൊ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് താല്പര്യമില്ലെങ്കിൽ ആ പ്രൊഫൈലെങ്കിൽ നിങ്ങൾക്ക് തന്നെ റിമൂവ് ചെയ്യാലോ. ചെയ്യാൻ ഓപ്ഷൻ അല്ല സർ. അത് തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാതിരിക്കുമ്പോ അത് തന്നെ ഇപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എങ്കിൽ നമുക്ക് പറ്റുന്ന അതായത് കസ്റ്റമറായ നമുക്ക് പറ്റുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഈ പ്രൊഫൈൽസ് ഒക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൊഫൈൽസ് കണ്ടിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്ത് അവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇപ്പൊ കല്യാണം ആയിന്നോ അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് അങ്ങനെ വല്ലതും പറയുമ്പോൾ നമുക്കല്ലേ നഷ്ടം? നിങ്ങളുടെ കമ്പനിക്കല്ലല്ലോ. നിങ്ങൾക്ക് ഈ പ്രൊഫൈൽസ് വെച്ച് റീച്ച് കിട്ടുകയല്ലേ ഉള്ളൂ. നമ്മളെ പേയ്മെന്റ് ചെയ്യിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സൈഡിൽ നിന്ന് പറഞ്ഞത് ആ സ്റ്റാഫിന്റെ പേര് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാഫ് എപ്പോഴും വിളിക്കുമായിരുന്നു. ഒരു 2-3 ആഴ്ച നമ്മളെ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മാട്രിമോണിയിൽ കൊടുക്കാന്ന് പറഞ്ഞ് ഇന്ന് ഞങ്ങളെ പോലും നിങ്ങൾ അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ അതിലിട്ടിട്ട് കാര്യമില്ല, ഈ കേരള മാട്രിമോണിയിൽ കൊടുത്താൽ മതി, ഇതിലെ പ്രൊഫൈൽസ് കൂടുതൽ വരൂ എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അതും പേയ്മെന്റ് ചെയ്താൽ മാത്രമേ പുതിയ പ്രൊഫൈൽസ് കിട്ടൂ എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അതും കുറെ പ്രൊഫൈൽസിന്റെ പേര് വെച്ചിട്ടൊക്കെയാണ് സംസാരിച്ചത്. ഇന്ന പ്രൊഫൈൽ കണ്ടായിരുന്നു അതിൽ അത് ഓരോ കോളിൽ സംസാരിക്കുന്നതാണ്. ഈ കുട്ടീനെ കണ്ടു, ആ കുട്ടീനെ കണ്ടു, നേരത്തെ പേയ്മെന്റ് ചെയ്യൂ എങ്കിൽ മാത്രമേ ഈ പ്രൊഫൈൽ കാണാൻ പറ്റൂ. ഇങ്ങനത്തെ കുറെ ഫേക്ക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ പേയ്മെന്റ് ചെയ്തത്. പേയ്മെന്റ് ചെയ്തതിന് ശേഷം ഒരിക്കൽ ആ കുട്ടീനെ തിരിച്ച് വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചെറിയ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി, എല്ലാം എന്താ പറയുക നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പ് എല്ലാം ചെയ്തു തരുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ ഒരു കോളും കഴിഞ്ഞ് ആ ഒരു കുട്ടീനെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്ന എല്ലാം കസ്റ്റമർ കെയറിലോട്ടാണ് കോൾ പോകുന്നത്. അവരെ വിളിച്ചിട്ട് ഈ ഇഷ്യൂസ് പറയുമ്പോൾ ഓരോ ആൾക്കാരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും ചെയ്യും. നമുക്കായിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ പോലും ഇല്ല. അത് നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ ചെയ്താലല്ലേ കംപ്ലൈന്റ് രജിസ്റ്റർ ആവും. നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് അവിടെ വന്ന് എന്തെങ്കിലും വിളിച്ചൊരു അപ്ഡേറ്റ് ചെയ്യുകയോ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഇതും ചെയ്യണില്ലല്ലോ. അപ്പൊ നമുക്ക് പൈസ നഷ്ടമല്ലേ? നമ്മൾ ഇനി അസിസ്റ്റന്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലാത്ത പ്രൊഫൈൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ എങ്ങനെ റെഡിയാക്കി തരും? അടുത്തൊരു 90 ദിവസത്തേക്ക് ഈ ഒരു എമൗണ്ട് വാങ്ങിച്ചിട്ട് ആ ഒരു 90 ഇപ്പൊ മറ്റേ പേയ്മെന്റ് ചെയ്തിട്ട് അതിന് 4 ദിവസം കൂടെ ഉള്ളൂ. നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ 60 കോൺടാക്ട് നമ്പർ എന്തോ എടുക്കാൻ പറ്റുന്ന ഒരു പാക്കേജാണ് നമുക്ക് തന്നത്. 15 ദിവസം നോക്കിയിട്ട് പ്രൊഫൈൽ ഇല്ലാന്നുണ്ടെങ്കിൽ അല്ല ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. അത് തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. 60 പ്രൊഫൈൽ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജാണ് നമുക്ക്. അതേ കോൺടാക്ട് നമ്പർ എടുക്കാനാണ് നമ്മുടെ ആ പാക്കേജിൽ പറ്റുള്ളൂ അല്ലേ? ലിമിറ്റഡ് ആണ് അതെല്ലാം അല്ലേ? നമ്മൾ അതിൽ എടുത്തിരിക്കുന്ന പ്രൊഫൈൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. 51 പ്രൊഫൈൽ നോക്കാനുള്ള ഇത് നമുക്ക് ഇനിയും ബാലൻസ് ആയിട്ട് അവിടെ കിടക്കുന്നത്. വെറും 9 പ്രൊഫൈൽ മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് 4 ദിവസമേ റിമൈനിങ് ആയിട്ടുള്ളൂ. എന്നിട്ട് പോലും നമുക്ക് ഇത്ര പ്രൊഫൈൽ 9 പ്രൊഫൈൽ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് പ്രൊഫൈൽ ഇല്ലാത്തതുകൊണ്ടല്ലേ നമുക്ക് നോക്കാൻ പറ്റാത്തതും. ഇത് അത്രയും ലാപ്സായി പോവുകയല്ലേ ചെയ്യണത്. ഇത് എടുത്തിട്ട് നമ്മൾ ഇനിയും വീണ്ടും ഒരു 60 ദിവസത്തേക്ക് 20,000 രൂപ കൂടെ അടച്ചിട്ട് അതിൽ നമ്മൾ പ്രൊഫൈൽ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നോക്കിയിട്ട് സാറിന് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം സർവീസ് കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ല നിങ്ങളിപ്പം ഈ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഈ അസിസ്റ്റന്റിന്റെ പേരും പറഞ്ഞ് വിളിക്കുമ്പോഴേ നമ്മൾ ഓൾറെഡി അവിടെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റൂലേ? ഇല്ല, നമുക്ക് ആക്ച്വലി അതറിയാൻ കഴിയില്ല സാർ. നമ്മൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വിളിക്കുന്നത്. അത് തന്നെ. അപ്പൊ നിങ്ങളുടെ എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കിടക്കണം നിങ്ങൾക്ക് അറിയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് അവിടെ ഒരു വിലയില്ലേ? ഈ ഒരു കംപ്ലൈന്റ് ആരായിരിക്കും വെരിഫൈ ചെയ്യണേ? കാരണം നിങ്ങൾ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊഫൈലിനെ നിങ്ങൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമില്ലേ? അല്ല നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കും. നമ്മളൊരു കംപ്ലൈന്റ് കൊടുത്ത് കാരണം ഇതിൽ പ്രൊഫൈൽസ് കിട്ടുന്നില്ല, നമുക്ക് ഈ കൊടുത്ത കാശ് നമുക്ക് നഷ്ടമായിട്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ഇനിയും അതിൽ പേയ്മെന്റ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ആ രീതിയിൽ സഹകരിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് പ്രൊഫൈൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് പൈസ അടച്ചിട്ട് കാര്യമുള്ളൂ. നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഒരു കംപ്ലൈന്റ് അവിടെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ കംപ്ലൈന്റിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അതൊരു മാന്യതയാണ്. ഇത് ആ കംപ്ലൈന്റ് അവിടെ കിടക്കുകയും ചെയ്യുന്നത് നിങ്ങൾ അതിന്റെ കൂട്ടത്ത് അടുത്ത് ഇതുപോലെ ഒരു വലിയൊരു എമൗണ്ട് അടച്ച് വീണ്ടും പേയ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ റിന്യൂ ചെയ്യുന്നു പറഞ്ഞ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടോ? ഒരുപാട് ആൾക്കാർ എന്തായാലും നിങ്ങളെ വിളിച്ച് കംപ്ലൈന്റ് പറയുന്നുണ്ട്. കാരണം ഞാൻ ഇതിപ്പോൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അത് മാത്രമല്ല പേഴ്സണലി ഞാൻ കുറെ ആൾക്കാർക്ക് ചോദിച്ചപ്പോൾ എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൈഡിൽ ഇതേപോലെ പ്രൊഫൈൽസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറെ ഫേക്ക് പ്രൊഫൈൽസ് ഒക്കെയാണ് കിടക്കുന്നത്.
കോൺടാക്ട് ചെയ്തിട്ടും കാര്യമില്ല. ലിമിറ്റഡ് ആയിട്ട് കുറച്ച് നമ്പറൊക്കെ എടുക്കാൻ പറ്റും. അപ്പൊ അവരെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അവര് എന്താ പറയാ കല്യാണം കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ നമുക്ക് ആ ഒരു കോൺടാക്ട് നമ്പർ എടുത്തത് കൊണ്ട് നമുക്കൊരു ഉപയോഗമില്ല. നമ്മുടെ ആ ഒരു എന്താ പറയാ കിട്ടുന്ന ഒരു ചാൻസ് ഒക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 90 ദിവസത്തിനകത്ത് വെച്ച് ഉള്ള കോൺടാക്ട്സ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇത്രയും വലിയൊരു എമൗണ്ട് അടച്ചിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് നഷ്ടമല്ലേ? ഞാൻ എന്റെ ഒരു സജഷൻ പറഞ്ഞേ ഉള്ളൂ. ഇതില് ഡിസിഷൻ എടുക്കുന്നത് സാർ തന്നെയാണ്. അപ്പൊ പക്ഷെ അങ്ങനെയല്ലല്ലോ. ഞാൻ പക്ഷെ അങ്ങനെയല്ലല്ലോ. അല്ല ഈ അസിസ്റ്റന്റിന്റെ കേസ് ഇരിക്കാനായിട്ട് നമ്മളൊരു സജഷൻ പറഞ്ഞേ ഉള്ളൂ. അതിന് ആ സജഷൻ എന്ന് പറയുന്നത് 20,000 രൂപ മുടക്കിയിട്ട് ചെയ്യേണ്ട കാര്യമല്ലേ. ഈ അസിസ്റ്റന്റിന്റെ കേസ് നിങ്ങളൊരു 10 ദിവസത്തിന് മുന്നേ ഇതേപോലെ തന്നെ വിളിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 2-3 പേര് ഇതേപോലെ വിളിച്ച് സംസാരിച്ചതാണ്. അവരുടെ അടുത്ത് നമ്മൾ ഈ കംപ്ലൈന്റിന്റെ കാര്യം പറഞ്ഞിട്ടും അവരുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസും ഇല്ല. അതിൽ ഒരാൾ മാത്രം പറഞ്ഞു സാർ ഞാൻ ഇൻഫോം ചെയ്യാം, നിങ്ങളുടെ അവിടെയുള്ള ഹയർ അതോറിറ്റിയെ കോൺടാക്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് വിളിപ്പിക്കാം, ഇങ്ങനെയൊക്കെ എന്താ പറയാ വീണ്ടും ഫേക്ക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെയാണ് അവർ ഫോൺ വെച്ചിട്ട് പോയത്. കോൾ ബാക്ക് ചെയ്യാം. അല്ല ഇപ്പം നിങ്ങൾ ഇനി കോൾ ബാക്ക് ചെയ്യില്ല. കാരണം ഇനി അടുത്ത് അഥവാ വിളിച്ചാൽ പോലും ഇയാളായിരിക്കുമല്ലോ സംസാരിക്കുന്നത് അല്ലേ, വേറെ സ്റ്റാഫല്ലേ സംസാരിക്കുള്ളൂ. ഇനി നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ വായിൽ തൊണ്ടയിലുള്ളതല്ലേ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു നമ്മൾ അങ്ങ് മടുക്കും. ഇത് 90 ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ഒരു 3-4 ദിവസമായി. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ തന്നെ വിളിച്ച് സംസാരിച്ചതാണ്. ഒരു 3-4 ആഴ്ച ഇതേപോലെ വിളിച്ച് ഓരോരുത്തരുടെ കാര്യങ്ങൾ സംസാരിച്ചാണ് നമ്മൾ സംസാരിച്ച് വിട്ട കേസാണ്. കാരണം പൈസ പോയി, ഒന്നും ചെയ്യാൻ പറ്റൂല. അത് നിങ്ങൾക്ക് അറിയാം. പൈസ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് നിങ്ങൾക്കും അറിയാം. ആ ഒരു ധൈര്യത്തിലാണ് നിങ്ങളും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കിടപ്പുണ്ട്. ഇത്രയും കോൾ ചെയ്ത് നിങ്ങളെ കാര്യങ്ങളെല്ലാം ഇൻഫോം ചെയ്തതാണ്. എന്നിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ കോൾ ചെയ്തിട്ട് അടുത്ത പാക്കേജിന് പൈസ എടുക്കും, റിന്യൂ ചെയ്യും. അല്ലെങ്കിൽ അതും 1-2 രൂപയല്ലല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ ഈ 20,000 രൂപയൊക്കെ നമ്മൾ അടച്ചിട്ട് വീണ്ടും നമുക്ക് കയ്യിൽ നിന്ന് നഷ്ടമല്ലേ വരുള്ളൂ. കാരണം പ്രൊഫൈൽസ് ഇല്ലല്ലോ. നിങ്ങൾക്ക് തന്നെ അറിയാം അതിന്റെ അകത്ത് പ്രൊഫൈൽസ് ഇല്ല. ഇപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കൊടുത്ത പ്രിഫറൻസ് വെച്ചിട്ട് നമുക്ക് അവിടെ പ്രൊഫൈൽസ് ഇല്ല. കാരണം നമ്മൾ ഇവിടെ എന്താണോ കാണുന്നത് അത് തന്നെയാണല്ലോ നിങ്ങൾ അവിടെ കാണുന്ന പ്രൊഫൈലില്. അപ്പൊ നിങ്ങൾ നമുക്കൊരു നല്ലൊരു ആലോചന അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫൈൽ കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിലാണ് വിളിക്കുന്നതെങ്കിൽ ഓരോ ആൾക്കാരുടെ പ്രൊഫൈൽ സ്റ്റഡി ചെയ്തിട്ട് അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ഒന്നും അറിയാതെ ഇപ്പം എല്ലാവരെയും വിളിച്ചിട്ട് ഒരേ കണക്കിന് പേയ്മെന്റ് വാങ്ങാനുള്ള എന്തെങ്കിലും ഒരു പരിപാടിയും പറഞ്ഞ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അല്ല നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? അല്ല നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ നിങ്ങൾ വിളിക്കുന്നത്. കമ്പല് ചെയ്തിട്ടുണ്ട്. കമ്പല് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കമ്പല് ചെയ്തത് കൊണ്ടാണ് നിങ്ങളുടെ ആദ്യത്തെ ആ ഒരു പാക്കേജ് പോലും ഞാൻ എടുത്തത്. നിങ്ങളുടെ സൈഡിൽ നിന്ന് കമ്പല് ചെയ്തു. നിങ്ങളുടെ മാട്രിമോണിയിൽ നിന്ന് കമ്പല്. ഞാനതാ പറയുന്നത് സാറിന് ഇനി ഞങ്ങൾ ആരും കംപ്ലൈന്റ് സാർ പേയ്മെന്റ് ചെയ്യണ്ട. പിന്നെ എന്തിനു വിളിച്ചെന്തിനാ? ഓൾറെഡി നമ്മൾ അവിടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ എന്തിനു വിളിച്ചെന്തിനാ? സാറിന്റെ വൈഫിനെ വിളിച്ചപ്പോൾ അങ്ങോട്ടേക്ക് കോൾ ബാക്ക് വിളിച്ചതുകൊണ്ടാണ് നമ്മൾ വൈഫിനെ വിളിച്ചത്. നിങ്ങൾ വൈഫിനെ ആയാലും വിളിച്ചത് എന്തിനാ? നമ്മളെ കൊണ്ട് പേയ്മെന്റ് ചെയ്യിപ്പിക്കാനല്ലേ നിങ്ങൾ വിളിച്ചത്? ചെയ്യണമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. സാർ പേയ്മെന്റ് ചെയ്യണ്ട. അതെ. എങ്കിൽ പിന്നെ വിളിച്ചത് എന്തിനാ? നിങ്ങൾ ഈ അസിസ്റ്റൻസിന്റെ പേരും പറഞ്ഞ് ഒരു 4-5 പേര് ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ട്. നിങ്ങളെ കൂടെ ചേർത്തിട്ടാണ്. വിളിച്ചതല്ല. ആ മാഡത്തിനോട് വിളിച്ചിട്ട് ചോദിച്ചു. നമ്മൾ വിളിച്ചപ്പോ തന്നെ അസിസ്റ്റന്റിലോട്ട് പേയ്മെന്റ് ചെയ്യാനാണോ പറഞ്ഞ് എന്താ സംസാരിച്ചെന്നുള്ളത് പുള്ളിക്കാരിയുടെ അടുത്ത് ചോദിക്കാം. പുള്ളിക്കാരുടെ ഒരു സെക്കൻഡ് ഇപ്പം ഈ പറഞ്ഞ പുള്ളിക്കാരി എന്റെ കൂടെ ഞാൻ കോള് കൊടുക്കാം. പുള്ളിക്കാരുടെ അടുത്ത് തന്നെ ചോദിച്ചോ. ഹലോ മാഡം പറയൂ. അല്ല നിങ്ങളുടെ അടുത്ത് ഞാൻ വേണമെന്ന് പറഞ്ഞായിരുന്നോ? അസിസ്റ്റന്റ് വേണം, ഞാൻ അങ്ങോട്ട് നിങ്ങളല്ലേ റിന്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോന്ന്. പിന്നെ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഹലോ എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്തിനു വിളിച്ചു? തീരാറായപ്പോഴത്തേക്കും ഈ 4 ദിവസം കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് വിളിച്ചത്? നിങ്ങൾ എന്തിനു വിളിച്ചു? ചുമ്മാ എന്റെ അടുത്ത് സുഖം വിവരം അന്വേഷിക്കാൻ വിളിച്ചതാണ്. റിന്യൂവൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിന്യൂവൽ വെറുതെ ആണോ ചെയ്യുന്നത്? കാശ് കൊടുത്തിട്ടില്ല റിന്യൂവലും ചെയ്യുന്നത്. അത് പിന്നെ ഞാൻ 6,000 രൂപ നിങ്ങൾക്ക് തരണ്ടേ? താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ മതി മാഡം. ഇവിടുന്ന് ആരും കമ്പനി ചെയ്യുന്നതിന് നിങ്ങൾ വിളിച്ചത് എന്തിനാ? അത് പറയാം. കാരണം താല്പര്യം ഇല്ലാത്തതാണ് നമ്മൾ നമുക്ക് നിങ്ങളുടെ നിന്നും ഒരു ഉപയോഗം കിട്ടാത്ത കാരണം നമ്മൾ ഓൾറെഡി 4-5 ദിവസം കഴിഞ്ഞപ്പോഴേ കംപ്ലൈന്റ് കൊടുത്തു. അതായത് പേയ്മെന്റ് ചെയ്തു 1 മന്തിനുള്ളിൽ തന്നെ കംപ്ലൈന്റ് കൊടുത്തു. അത് ഹയർ അതോറിറ്റിയിൽ നിങ്ങളുടെ അവിടെയുള്ള ആൾക്കാർക്ക് പോയിട്ടുണ്ട്. 1 വീക്കിൽ നമ്മൾ കൊടുത്തു. അന്ന് കിടന്ന അത്രയും ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ 11 പ്രൊഫൈൽസാണ് ഇപ്പോഴും കിടക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ഇതിലാണ് പിന്നെ റിന്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പ്രൊഫൈൽ തരാനും ഇല്ല, പിന്നെ റിന്യൂ ചെയ്യണോ? എനിക്ക് സംസാരിച്ച് വയ്യാത്തോണ്ട് തന്നെയാണ് ഞാൻ ഹസ്ബൻഡിൽ കൊടുത്തത്. നിങ്ങളുടെ എത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. റിന്യൂ പിന്നെ നിങ്ങൾക്ക് കംപ്ലൈന്റ് എടുക്കുന്നെങ്കിൽ അറിഞ്ഞൂടെ? പ്രൊഫൈൽസ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ കംപ്ലൈന്റ് കൊടുത്തതെങ്കിൽ പിന്നെ നിങ്ങൾ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ സെയിൽസിലുള്ള ആർക്കും ഹലോ എക്സ്ക്യൂസ് മീ, നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ വിളിക്കാൻ പോകരുത്. നിങ്ങൾക്കൊന്നും നിങ്ങളെല്ലാം ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്നവരല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക്
ഈ കോൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ് ആ സ്റ്റാഫ് ഇപ്പൊ കട്ട് ചെയ്തിട്ട് പോയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആ സ്റ്റാഫിനെ തിരിച്ചു വിളിച്ച സമയത്തുള്ള റെസ്പോൺസും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക. അറ്റ്ലീസ്റ്റ് അവരുടെ പേര് പോലും പറയാൻ അവിടെയുള്ള സ്റ്റാഫുകൾ തയ്യാറാവണില്ല. ചുമ്മാ എന്തെങ്കിലും സംസാരിച്ച് ആ ഒരു കോളിന് അങ്ങ് ടൈം കളയാൻ മാത്രമേ അവർ നോക്കുന്നുള്ളൂ. ഇപ്പൊ ഞങ്ങൾ പേയ്മെന്റ് ചെയ്യില്ല എന്നൊരു ഉറപ്പ് അവർക്ക് കിട്ടിയപ്പോൾ പിന്നെ അവർക്ക് ഞങ്ങളെ വേണ്ട. കാരണം അവർക്ക് നമ്മുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈം വേറെ ആൾക്കാരുടെ അടുത്ത് ചിലപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ അടുത്ത് നിന്ന് പേയ്മെന്റ് കിട്ടും. അതുകൊണ്ട് അവരെ ഞങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ആളുടെ അടുത്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ അസിസ്റ്റന്റ് സർവീസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഉറപ്പ് വരുത്തുക. കാരണം നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന്. ഇല്ലാതെ ഒരു കാരണവശാലും ഈ അസിസ്റ്റന്റ് സർവീസ് എടുക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഈ ഒരു അസിസ്റ്റന്റ് സർവീസോ അല്ലെങ്കിൽ അവരുടെ ഒരു പാക്കേജോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് കമന്റ് വഴി മറ്റുള്ളവരെയും കൂടെ അറിയിക്കണം. കാരണം ഒരുപാട് ആൾക്കാർ ഈ ഒരു കല്യാണ ടൈം ആവുമ്പോൾ മാട്രിമോണി സൈറ്റുകളെയാണ് ആശ്രയിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ ഒരു സ്കാമിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ അവരൊന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ടേ പേയ്മെന്റ് ചെയ്യുള്ളൂ. ഈ മാട്രിമോണി സൈറ്റുകൾ മൊത്തത്തിൽ തട്ടിപ്പാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. പക്ഷെ അവിടുത്തെ സ്റ്റാഫുകൾ നമ്മളെ പേയ്മെന്റ് ചെയ്യിപ്പിക്കുന്നത് ചുമ്മാ ഫേക്ക് പ്രോമിസുകൾ നൽകി അപ്പൊ നമുക്ക് യൂസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഇങ്ങനത്തെ മാട്രിമോണി സൈറ്റുകളിൽ കൊണ്ട് കാശ് കൊടുക്കാവൂ. അതെ, ഇപ്പൊ നമ്മളുടെ അടുത്ത് അവിടുത്തെ ഒരു ലേഡി സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അവർ കോള് കട്ട് ചെയ്തിട്ടാണ് പോയത്. എനിക്ക് ആ ലേഡിയുടെ പേരൊന്ന് പറഞ്ഞുതരാം. ഒരു മിനിറ്റ് മാം. എന്തെങ്കിലും ഡൗട്ട് ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ ക്ലിയർ ചെയ്യാം. കാരണം ഒരുപാട് ഏതാണെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇല്ല, നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണല്ലോ നമ്മൾ നേരത്തെ 2-3 തവണ വിളിച്ചപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഓഫീസിൽ വന്നപ്പോഴത്തേക്കും നിങ്ങൾ തന്നെ അവരെ കണക്ട് ചെയ്ത് കൊടുത്തിരുന്നതാണ് അല്ലേ? പക്ഷെ ഇവിടുന്ന് നമുക്ക് കാണിക്കുന്നത് 3 തവണ വരെ നിങ്ങൾ അവളുടെ തന്നെ കൊടുത്തു. നമ്മുടെ സെയിം പേഴ്സൺ തന്നെയാണ് കട്ട് ചെയ്തതിന് ശേഷം സംസാരിച്ചത്. അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങളിപ്പോ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, നിങ്ങളുടെ ഫ്രണ്ട് ഓഫീസിൽ അറിയാൻ പറ്റും. നോക്കിയിട്ട് വരണം. നിങ്ങൾ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇവിടുന്ന് അതൊരു കാര്യം ചെയ്യാം മാം. ഇവിടുന്ന് വെരിഫൈ ചെയ്തിട്ടേ ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കാം.